നടൻ നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി ആലുവയിൽ വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം യുവതിയെയും ഭർത്താവിനെയും വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയത്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് സംശയിക്കുന്നതായി യുവതി പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി മോൾ കൂടി ചേരുന്നുണ്ട്. അശ്വതി, ഈ മൊഴിയെടുക്കൽ പൂർത്തിയായോ? വിവരങ്ങൾ എങ്ങനെ? യുവതിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷം യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുമുണ്ട്. അതിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നതായി സംശയിക്കുന്നെന്നാണ് യുവതിയുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാവം ഇപ്പോൾ മാറിയിട്ടുണ്ട്. തങ്ങളുടെ വ്യക്തിവിവരങ്ങൾ ചോദിക്കാനാണ് ഭർത്താവിനോടൊപ്പം വിളിച്ചു വരുത്തിയത്. തനിക്ക് പീഡനമേൽക്കേണ്ടി വന്ന കാലയളവ് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ നിവിൻ പോളി എവിടെയായിരുന്നുവെന്ന് പാസ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ യുവതി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റിൽ ഒരു വ്യത്യാസം ഇപ്പോൾ നൽകിയ മൊഴിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് പാസ്പോർട്ട് അടക്കം പരിശോധിച്ചതിന് ശേഷം വ്യക്തത വരുത്തണം എന്നതാണ് യുവതി പറയുന്നത്. എന്തായാലും ഈ ഡേറ്റ് ആണ് ഇപ്പോൾ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ വിവാദമായിരിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന പല വെളിപ്പെടുത്തലുകളും സംവിധായകൻ വിനീത് ശ്രീനിവാസിന്റെയും നടി പാർവതിയുടെയും അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഈ യുവതിക്ക് എതിരായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്നാണ് യുവതി പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട് എന്നും ഇവർ പറയുന്നു. ചാനലിൽ പറഞ്ഞ ഒരു തീയതിയുടെ പേരിൽ തന്നെ ആക്ഷേപിക്കുകയാണ് എന്നും പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുകയാണ് എന്നും യുവതി ഈ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നു. ഈ ഹണി ട്രാപ്പ് എന്ന പേരിൽ തങ്ങളെ കുടുക്കുമോ എന്ന് സംശയിക്കുന്നതായും യുവതി പറഞ്ഞു. മാത്രമല്ല തനിക്ക് പീഡനമേൽക്കേണ്ടി വന്ന കാലയളവ് സംബന്ധിച്ച് പാസ്പോർട്ടിന്റെ വിശദാംശങ്ങളും അതും എല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ ഈ മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാവുക.